പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഈ സ്കൂളോ അല്ലെങ്കിൽ ഈ മുറ്റമോ ഒന്നും എന്നെ ഒട്ടും എൻ്റെ ഓർമ്മയിലോ എൻ്റെ ഹൃദയത്തിലോ ഒന്നുമില്ല. പക്ഷെ എൻ്റെ നാട്ടിൽ ഇതേപോലൊരു സ്കൂളിപ്പോൾ 100-ാം വാർഷികം ആഘോഷിക്കുന്നുണ്ട്. പൂങ്ങോട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, ഞങ്ങളുടെ നാടിൻ്റെ. അവിടെ ആ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ എനിക്കങ്ങനെയല്ല, ഓർമ്മകളിങ്ങനെ ഇരമ്പി വരും. 3-ാം പക്കം എന്നൊരു സിനിമയുണ്ട് പഴയ, അതിലൊരു പാട്ടുണ്ട്. ഒരു വല്യച്ഛനും പേരക്കുട്ടിയും തമ്മിലുള്ള ബന്ധമാണ് ആ പാട്ടിൻ്റെ ഉള്ളിൽ. ഓർമ്മയില്ലേ? അതിലൊരു വരിയുണ്ട്, ആ കുട്ടി ചെറിയ മോനായിരുന്ന കാലത്ത് ഉള്ള അവൻ്റെ ഓർമ്മകൾ വല്യച്ഛൻ ആ പാട്ടിലൂടെ പറയാം. അതിലൊരു വരി ഇങ്ങനെയാണ്: മറന്നില്ല അങ്കണം നിൻ മലർപാദം പെയ്ത പുളകം. മറന്നില്ല അങ്കണം നിൻ മലർപാദം പെയ്ത പുളകം. അങ്കണം എന്ന് പറഞ്ഞാൽ എന്താ? അങ്കണം, മുറ്റം. മറന്നില്ല അങ്കണം, മുറ്റം ഒരിക്കലും മറക്കൂല. നിന്റെ മലർപാദം പെയ്ത പുളകം, നീ ഇതിലൂടെ ഓടിക്കളിച്ച നാളുകൾ, നിന്റെ കാല് പതിഞ്ഞ നിമിഷങ്ങൾ നീ ചിലപ്പോൾ മറക്കും. പക്ഷേ എടാ, ഈ മുറ്റം നിന്നെ മറക്കൂല, നിന്റെ കുട്ടിക്കാലം മറക്കൂല എന്ന്. ഈ സ്കൂളിൻ്റെ മുറ്റങ്ങനെ നിങ്ങൾ കഴിഞ്ഞുപോയ 100-കണക്കിനോ 1000-കണക്കിനോ വരുന്ന കുഞ്ഞുങ്ങൾ ഓടിക്കളിച്ച മുറ്റമാണ് അല്ലേ? ഞാൻ ചോദിക്കുകയായിരുന്നു, ഈ ഓടിട്ട സ്കൂളിന് എത്ര പ്രായമായിട്ടുണ്ടാവും? ഇത് പല ആളുകൾക്ക് ഓർമ്മ പോലുമില്ല, അത്രയും വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇപ്പം നമ്മൾ ഈ കാണുന്ന സ്കൂളിന് പോലും. അപ്പം അത്രയേറെ മലർപാദം പെയ്ത പുളകങ്ങളുള്ള ഒരു മുറ്റത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അതേപോലെ ചെയ്യുമോ? നല്ല ചൂടുണ്ടല്ലേ? എന്നാലും ചെയ്യോ? എല്ലാവരും ചെയ്യണേ, ഞാനും ചെയ്യും, സ്റ്റേജിലുള്ളവരും ചെയ്യുമല്ലോ. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഒരു രീതി ഇല്ലേ, അത് കുറച്ചുകൂടെ ഒന്ന് കംഫർട്ടായിട്ട് ഇരിക്കുമോ? ഒന്ന് നിവർന്നോ? എങ്ങനെയാണോ, ഓരോ ആൾക്കും ഓരോ രീതിയായിരിക്കും. ചാരി ഇരുന്നോട് കുഴപ്പമില്ല കേട്ടോ, ഒന്നും പ്രശ്നമില്ല. അതൊക്കെ നമ്മുടെ കണ്ണുകളൊന്നിങ്ങനെ അടച്ചു പിടിക്കാം. ജനിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്വാസം, ആ ശ്വാസത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ്. ശ്വാസം നമ്മുടെ അകത്തേക്ക് എടുക്കുമ്പോൾ മൂക്കിൻ്റെ തുമ്പിൽ ചെറിയ ഒരു തണുപ്പ് വരും. ശ്വാസം നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ കളയുമ്പോൾ മൂക്കിൻ്റെ തുമ്പിൽ ചെറിയ ഒരു ചൂട് വരും. ആ ചൂടും തണുപ്പും അറിഞ്ഞ് ആസ്വദിച്ചുകൊണ്ട് ശ്വാസത്തെ ഒന്ന് അനുഭവിക്കാം. നമ്മുടെ ഉള്ളിൽ നിറയെ ഒരു എനർജി തരുന്നത് പോലെ ശ്വാസം അകത്തേക്കെടുത്ത് ആ ശ്വാസത്തിൻ്റെ ഒരു ഊർജം നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്ക് കിട്ടുന്നത് പോലെ ഒന്ന് ആസ്വദിക്കാം. ഒന്ന് ശ്വസിക്കാൻ
യന്ത്രങ്ങളുടെ സഹായം ആവശ്യമുള്ള ആയിരക്കണക്കിന് മനുഷ്യർ ആശുപത്രികളിൽ കിടക്കുന്നുണ്ട്. യന്ത്രങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ലാതെ ലളിതമായി തടസ്സങ്ങളില്ലാതെ ശ്വസിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഈശ്വരനോടുള്ള നന്ദിയോടെ ശ്വാസത്തെ ഒന്ന് ആസ്വദിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാരെ ഒന്നിങ്ങനെ ഓർത്തെടുക്കാം. നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, സന്ധ്യാനേരത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങനെ രാത്രി കയറി വരുമ്പോൾ എൻ്റെ കുട്ടി ഉറങ്ങിയോ എന്ന് ചോദിച്ച് നമ്മൾ കിടക്കുന്ന തൊട്ടിലിനടുത്തേക്ക് വന്ന് ആ തൊട്ടിലിങ്ങനെ പാടി നോക്കുന്ന ആ പാവം അച്ഛനെ, വാപ്പയെ ഒന്നിങ്ങനെ ഓർത്തെടുക്കാം. നമുക്ക് വേണ്ടി ഉള്ളൊരുകുന്ന അമ്മയെ, നമ്മുടെ ഉമ്മയെ ഓർത്തെടുക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഓരോ മനുഷ്യരെയും, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ചങ്ങാതിമാർ, നമ്മുടെ ഇണ, നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മളെ നമ്മളാക്കിയ മുഴുവൻ മനുഷ്യന്മാരെയും നമുക്കൊന്നിങ്ങനെ ഓർത്തെടുക്കാം. അവരെല്ലാം ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളതുപോലെ അവരോട് നന്ദി പറയാം. താങ്ക് യു, താങ്ക് യു. ഇത്രയും കാലം അത്രയേറെ മനുഷ്യന്മാർ നമുക്ക് തന്നിട്ടുള്ള എല്ലാ സ്നേഹത്തിനും പകരമായി നമുക്ക് ഒരേ ഒരു കാര്യമേ ചെയ്യാൻ കഴിയൂ. ഇപ്പം നമ്മുടെ മുന്നിൽ കാണുന്ന മനുഷ്യൻ ആരെയാണോ ആ മനുഷ്യനോട് സ്നേഹത്തോടെ പെരുമാറുക. ആ നിശ്ചയത്തോടെ പതുക്കെ നമുക്ക് കണ്ണ് തുറന്ന് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഒന്ന് കൈ കൊടുക്കാം. നിങ്ങൾ ശരിക്കും ചെയ്തോ? ഈ ഉച്ച സമയം നമ്മുടെ ശ്രദ്ധയൊന്നും അത്ര കിട്ടാത്തൊരു സമയമാണ്. പക്ഷെ നമ്മുടെ ശ്രദ്ധ അധികം കിട്ടാത്ത സമയത്താണ് ഇത് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഇത് കുറച്ചുകൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയാം. ഇപ്പം നമ്മൾ ശരിക്കും എന്തായിരുന്നു ചെയ്തത്? നമ്മളിങ്ങനെ ശ്വാസത്തെ ശ്രദ്ധിക്കുകയാണ് ചെയ്തത്, അല്ലേ? ശ്വാസം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് തടസ്സപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഒരു മെഡിറ്റേഷനാണ് ചെയ്തത്. ഒരു മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ശരിക്കും എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ ശ്രദ്ധിച്ചു. പാരന്റിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതെങ്ങനെ സംഭവിക്കും. ഒരു ചെടി വളരുന്നത് പോലെ നമ്മുടെ കുട്ടികൾ വളരും, അല്ലേ? രാത്രി നമ്മൾ ഉറങ്ങിയപ്പോ മുല്ല വള്ളിയിൽ കുറെ മൊട്ടുകളായിരുന്നു. നേരം വെളുത്തപ്പോഴോ പൂക്കളായി. എത്ര ദിവസം ഉണ്ടാവും? 1-2 ദിവസം, അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ അതില്ല. എപ്പോഴാണ് അത് ഉണ്ടായത്? എപ്പോഴാണ് അത് നഷ്ടപ്പെട്ടത്? എപ്പോഴാണ് ഈ കുട്ടി വലിയതായത്? എപ്പോഴാണ് അവന് മീശ വന്നത്? നമ്മൾ അറിയാതെ അതെങ്ങനെ സംഭവിക്കും. മാസങ്ങൾ, വർഷങ്ങൾ അതെങ്ങനെ കടന്നു പോകും. പഴയ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ കുട്ടികൾ എത്ര പെട്ടെന്നാണ് വലുതായത്. ഇത് നമ്മളെ കുറിച്ച് നമ്മുടെ പേരൻസും അറിയിക്കുന്നുണ്ടോ, അല്ലേ? അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്
നമ്മുടെ കുട്ടികളുടെ വളർച്ച. പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ നമ്മുടെ ശ്വാസം അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിനെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതെന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ മാറാൻ തുടങ്ങും അല്ലേ? ശരിക്കും നമ്മൾ സ്നേഹം എന്ന് പറയും. സ്നേഹം എന്താണ് ശരിക്കും സ്നേഹം? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്താണ് സ്നേഹം എന്നുള്ള ചോദ്യത്തിന് എനിക്ക് കിട്ടിയ ഉത്തരമുണ്ട്. എന്താണ് സ്നേഹം എന്ന് എന്നോട് ഒരാൾ ചോദിച്ചാൽ ഞാൻ അയാൾക്ക് കൊടുക്കുന്നതിന് മറുപടി ഉണ്ട്. കാരണം അത് എനിക്ക് കിട്ടിയ മറുപടിയാണ്, സ്വയം ഞാൻ അനുഭവിച്ച മറുപടിയാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ശ്രദ്ധ എന്നാണ്. എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ വേറെ ആരെക്കാളും പ്രത്യേകമായി ശ്രദ്ധിക്കാൻ ഒരാളെ കിട്ടിയെന്നാണ്. എന്നെ സ്നേഹിക്കാൻ ഒരാളും ഇല്ല എന്ന് പറഞ്ഞാലോ, എന്നെ അങ്ങനെ ശ്രദ്ധിക്കാൻ ഒരാളില്ല എന്നാണ്. അറ്റൻഷൻ, ശ്രദ്ധ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി ടൂറ് പോയി ഊട്ടിയിലേക്ക്. അവന് അന്നൊരു 23 വയസ്സൊക്കെ ഉണ്ടാവും. ടൂറ് പോയി അവനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞത് മുതൽ ഇവനെ ഇവൻ്റെ ഉമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അവന് ഈ വിളിയൊരു ശല്യമാകാൻ തുടങ്ങി. അവൻ്റെ ചങ്ങാതിമാരൊക്കെ അവനെ കളിയാക്കാൻ തുടങ്ങി. കാരണം അവൻ ചെറിയ കുട്ടിയൊന്നല്ലല്ലോ. ഉമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഭക്ഷണം കഴിച്ചത്, എവിടെയാണ് താമസം, എപ്പോഴെത്തി, എന്താണ്, ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരു സമയത്ത് ഇവൻ ഉമ്മയോട് ദേഷ്യപ്പെട്ടു. ഉമ്മ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഉമ്മ ഇങ്ങനെ ഫോണ് കട്ട് ചെയ്ത് അവിടെ കരഞ്ഞിരിക്കാൻ തുടങ്ങി. ഇതാര് കണ്ടു? അവൻ്റെ പെങ്ങള് കണ്ടു. അവൻ്റെ പെങ്ങളന്ന് 9 മാസം ഗർഭിണിയാണ്. പെങ്ങള് വന്നപ്പോൾ കാണുന്നത് ഉമ്മ ഇങ്ങനെ കരഞ്ഞിരിക്കണതാ. പെങ്ങള് വേഗം അവനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ഉമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ? ഉമ്മ അവിടെ കരഞ്ഞിരിക്കുന്നുണ്ടല്ലോ. അവൻ പറഞ്ഞു, ആദ്യം നിഷേധിച്ചു, ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പെങ്ങൾ അവനോട് പിന്നെ ഒന്ന് അമർത്തി ചോദിച്ചു, സത്യം പറഞ്ഞോ, ഉമ്മ നിന്നെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കരഞ്ഞിരിക്കുന്നതാ കാണുന്നത്. ആ മൈക്ക് ഓഫ് അല്ലേ? ചെറിയ സൗണ്ട് വന്നിട്ടാണ്. സൗണ്ട് അങ്ങോട്ട് വരികയല്ല വേണ്ടത്, ശ്രദ്ധ അങ്ങോട്ട് വരികയാണ് വേണ്ടത്. നിങ്ങളിതിനൊരു പ്രസംഗമായിട്ടൊന്നും കാണരുത് കേട്ടോ. നിങ്ങൾ വർത്താനം പറയണ വിചാരിച്ചാൽ മതി. പ്രസംഗങ്ങളുടെ കാലം കഴിഞ്ഞു പോയി കേട്ടോ. അതൊക്കെ കാലം കഴിഞ്ഞു പോയി. ഇനി വർത്താനങ്ങളുടെ കാലേ ഉള്ളൂ. അപ്പൊ ഇവനെ ആദ്യം പറഞ്ഞു, ഉമ്മനോട് ഞാൻ ചൂടായിട്ടൊന്നുമില്ല പറഞ്ഞു. അപ്പൊ പെങ്ങൾ ഒന്നുകൂടെ ചോദിച്ചു, സത്യം പറഞ്ഞു, ഉമ്മയോട് ചൂടായില്ലേ? നിന്നെ വിളിച്ചു കഴിഞ്ഞപ്പോ ഉമ്മ കരയുന്നുണ്ടല്ലോ. അപ്പൊ ഉമ്മ പറഞ്ഞു, ആ താത്ത, ഞാൻ ഉമ്മനോടൊന്ന് ചൂടായി. ഉമ്മനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ ചങ്ങന്മാരൊക്കെ എന്നെ കളിയാക്കുക, ഞാനെന്ത് ചെറിയ കുട്ടിയാണ്. എന്റെ പെങ്ങള് ചോദിച്ചു, ഉമ്മ നിന്നെ ഇങ്ങനെ വിളിക്കണതാണോ എന്റെ പ്രശ്നം? അതെന്തുകൊണ്ടാന്നറിയാം നിനക്ക്? എടാ, അത് ഉമ്മ ആയതുകൊണ്ടാണ്. ഞാനേ 9 മാസമായിട്ടേ ഒന്ന് കമിഴ്ന്ന് കിടന്നിട്ടില്ല. നിനക്കറിയോ? ഒന്ന് കമിഴ്ന്ന് കിടക്കാൻ എനിക്ക് എത്ര പൂതിണ്ടെന്ന് അറിയാം നിനക്ക്? ഞാൻ കമിഴ്ന്ന് കിടക്കൂല. ഉറക്കത്തിൽ അറിയാതെ പോലും കമിഴ്ന്ന് കിടക്കൂല. അതെന്തുകൊണ്ടാന്നറിയോ? എൻ്റെ ഉള്ളിലൊരു കുട്ടി ഉണ്ടടാ. എൻ്റെ ടെസ്റ്റ് പോസിറ്റീവാണ്, എൻ്റെ ഉള്ളിലൊരു കുട്ടി വളരുന്നുണ്ട് എന്നറിഞ്ഞ നിമിഷം മുതൽ ഞാൻ പിന്നെ കമിഴ്ന്ന് കിടന്നിട്ടില്ല. അതെന്തുകൊണ്ടാന്നറിയോ നിനക്ക്? എടാ, ഞാൻ ഉമ്മ ആയതുകൊണ്ടാണ്. ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ?
നമ്മൾ അത്രയും ശ്രദ്ധിക്കാൻ ഒരാളാണ്. ഉമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണത് എന്തുണ്ടെന്ന് അറിയോ? ഉമ്മക്ക് നിന്നെ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല. നീ എത്ര ദൂരേക്ക് പോയാലും. ഞാൻ എൻ്റെ വയറിൻ്റെ ഉള്ളിലുള്ള കുട്ടിയെ എങ്ങനെയാണോ ശ്രദ്ധിക്കുന്നത്, അതേപോലെയാണ് 23 വയസ്സായ നിന്നെയും ഉമ്മ ശ്രദ്ധിക്കുക. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധിക്കാൻ ഒരാളെന്നാണ്. ഒരാൾ ഇല്ലാതാവുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ ശ്രദ്ധിക്കാൻ ഒരാളെ നഷ്ടപ്പെട്ടു. എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും മരിച്ചതാണ്. അവർ രണ്ടാളും ഇല്ല. അവരുടെ ഖബറ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കുറേ ദൂരെയാണ്, നമ്മളെ തറവാട് നിൽക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉമ്മൻ്റെ ഖബറ്, വാപ്പൻ്റെ ഖബറ്, ഇക്കാക്ക ഉണ്ടായിരുന്നു, ഇക്കാക്കൻ്റെ ഖബറ്, അതൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിന്ത ഉണ്ട്. ഒന്ന് ദേഷ്യപ്പെടാനെങ്കിലും അവർ ഈ ലോകത്ത് ഉണ്ടായാൽ മതിയായിരുന്നു. ഉണ്ടായാൽ മതി, നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നൊന്നുമില്ല, ലോകത്ത് അവർ ജീവിച്ചിരുന്നാൽ മതി എന്നാണ് ആലോചിക്കുക. കാരണം നമ്മളെ ശ്രദ്ധിക്കാനുള്ള മനുഷ്യരാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന ഒരു വേവലാതി ഉണ്ടാക്കുന്ന ഒരു അനാഥത്വമുണ്ട്. അപ്പൊ പാരന്റ് ആവുക, ഒരു രക്ഷിതാവാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ കുട്ടികൾ വളരും. ഒരു പൂവ് എങ്ങനെയാണോ വളരുന്നത്, പൂവ് എങ്ങനെയാണോ, ഒരു ചെടി എങ്ങനെയാണോ വലുതാകുന്നത്, ഇതേപോലെ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു. അവർ വലിയ കുട്ടികളാവുന്നു. നമ്മൾ നോക്കി നിൽക്കേ നമ്മൾ അറിയാതെ അവരുടെ ജീവിതം മാറുന്നു. നമ്മൾ ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല. ഖലീൽ ജിബ്രാൻ എന്ന വലിയൊരു മനുഷ്യനുണ്ട്, ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ ഒരു വാക്കുണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതല്ല, നിങ്ങളിലൂടെ വരുന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതല്ല, അത് നിങ്ങളിലൂടെ പഠിച്ചവനിവിടേക്ക് അവരെത്തിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്കതിൽ ഓണർഷിപ്പ് ഒന്നുമില്ല, ഉടമസ്ഥാവകാശമൊന്നുമില്ല. അവര് കുറച്ചു കാലം കഴിഞ്ഞ പിന്നെ വേറെ ആളല്ലേ, അല്ലേ? അപ്പൊ നമ്മൾ വളർത്തുന്നൊരു കുട്ടി അത് കുട്ടിയായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടേത്. അവനെ നമ്മൾ വളർത്തുകയാണ്. അവനെ നമ്മൾ വളർത്തുന്നത് ഒരു കുട്ടിയാകാൻ വേണ്ടിയിട്ടാണോ? ഒരു നല്ല കുട്ടിയാകാൻ വേണ്ടിയിട്ടാണോ വളർത്തുന്നത്? ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ടിയിട്ടാണ് വളർത്തുന്നത്? അവനിനി ആരൊക്കെയാകും, അല്ലെങ്കിൽ അവളിനി ആരൊക്കെയാകും? അവരിനി എത്ര മനുഷ്യന്മാരെ കണ്ടുമുട്ടും? അവരൊരു ഭാര്യയാകും, അല്ലെങ്കിൽ ഒരു ഭർത്താവാകും, അമ്മയാകും, അല്ലെങ്കിൽ ഒരു അച്ഛനാകും, അയൽക്കാരനോ അയൽക്കാരിയോ ആകും, മാഷോ ടീച്ചറോ ആകും, കച്ചവടക്കാരനോ മുതലാളിയോ തൊഴിലാളിയോ ആകും, ഓട്ടോറിക്ഷ ഡ്രൈവറോ കണ്ടക്ടറോ ആകും, ഡോക്ടറോ എഞ്ചിനീയറോ ആകും, പത്രപ്രവർത്തകനോ വേറെന്തെങ്കിലോ സാമൂഹ്യ പ്രവർത്തകനോ രാഷ്ട്രീയ പ്രവർത്തകനോ ഒക്കെ ആവും. അതൊക്കെ ആക്കുമ്പോൾ ആ കുട്ടി എങ്ങനെയാണോ ആകേണ്ടത്, അതാണ് നമ്മൾ ഈ കുട്ടിക്കാലത്ത് വളർത്തുന്നത്. അപ്പൊ നമ്മളൊരു കുട്ടിയെ വളർത്തുക എന്ന് പറഞ്ഞാല് ഒരു കുട്ടിയാകാൻ വേണ്ടിയല്ല വളർത്തുന്നത്, അല്ലെ? ഒരു വ്യക്തിയാകാൻ വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. കുട്ടിക്കാലത്ത് ഒരാൾക്ക് കിട്ടുന്ന ഓർമ്മകളുണ്ട്, അതൊരാളുടെ ഉള്ളിൽ നിന്ന് പോകില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ LP സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, UP സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഓർമ്മയിൽ ഏറ്റവും തങ്ങി നിൽക്കുന്ന കാലം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ചെറിയ കാലമായിരുന്നു, അല്ലേ? ഏറ്റവും ചെറിയ കാലമായിരിക്കും നമ്മുടെ ഓർമ്മയിൽ ഏറ്റവും തങ്ങി നിൽക്കുന്ന കാലം. അതെന്തുകൊണ്ടായിരിക്കും? അതെന്തുകൊണ്ടാ? നമ്മൾ അത്രയും തെളിഞ്ഞ ഒരു കാലമാണ്. നമ്മുടെ ഉള്ളിൽ ശൂന്യമാണ്. ആ ചെറിയ കുട്ടിയുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അത്രയും ശൂന്യമാണ്. ആ ഓർമ്മയിലേക്ക് കയറി വന്നിട്ടുള്ള അനുഭവങ്ങളൊന്നും ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് പോകില്ല. നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറെ കുറിച്ചുള്ള ഓർമ്മ, നമ്മുടെ 4-ാം ക്ലാസ്സിലെ ചങ്ങാതിയെ കുറിച്ചുള്ള ഓർമ്മ, അന്ന് കിട്ടിയ ഒരു വേദന, ഒരു സന്തോഷം, ഒരു അഭിനന്ദനം ഒരു കാലത്ത് നമ്മൾ മറക്കില്ല. ഞാനെൻ്റെ ചെറിയ പ്രായത്തിൽ വായിച്ചൊരു കഥയുണ്ട്. ആദ്യം വായിച്ച കഥയാണ്. നമ്മുടെ തറവാട്ടില് തറവാട്ടിൻ്റെ വകയായിട്ട് ഒരു പലചരക്ക് കടയുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ 80കളുടെ അവസാനം 90കളുടെ തുടക്കമാണ് നമ്മുടെ കുട്ടിക്കാലം. അന്ന് നമ്മുടെ ഈ പ്ലാസ്റ്റിക് കീസുകളില്ല, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ അത്ര വ്യാപകമായിട്ടില്ല. അന്ന് സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പത്രങ്ങൾ കൊണ്ടുള്ള പേപ്പർ കൊണ്ടുള്ള കവറുകളാണ് ഉണ്ടാക്കുക. പഞ്ചസാര കൊടുക്കുക, അതിന് പേപ്പർ വേണം.
പേപ്പറിന് പത്രങ്ങളോ മാസികകളോ വേണം. അങ്ങനെ എളാപ്പ നമ്മളെയാണ് പറഞ്ഞേക്കും ഓരോ സ്ഥലത്തു നിന്ന് അത് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് മാസികകളും പത്രങ്ങളൊക്കെ വാങ്ങിയ കൂട്ടത്തിൽ ഏതോ ഒരു വീട്ടിൽ നിന്ന് കുറേ പുസ്തകങ്ങൾ കിട്ടി. റഷ്യൻ സാഹിത്യ ബാലസാഹിത്യമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രചാരണത്തിൻ്റെ ഭാഗമായി ആ കാലത്ത് 70കളുടെയൊക്കെ ആ സമയത്ത് റഷ്യയിൽ നിന്ന് കുറേ കഥകളും നോവലുകളൊക്കെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളമായി പ്രചരിച്ചിരുന്നു. അതിൽ പെട്ടൊരു പുസ്തകമാണ് ബാലസാഹിത്യം. ആ ബാലസാഹിത്യത്തിലെ ഒരു കഥയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വായിച്ച ആദ്യത്തെ കഥ. അതിങ്ങനെ വായിച്ചു കഴിഞ്ഞ് എനിക്ക് ആ വായിച്ചത് ഓർമ്മയുണ്ട്, ആ ഇരുന്ന സ്ഥലം ഓർമ്മയുണ്ട്, അന്ന് ഞാൻ ഇട്ട ഉടുപ്പ് വസ്ത്രം ഓർമ്മയുണ്ട്, ഒക്കെ ഓർമ്മയുണ്ട്. അതിങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തരിച്ചിരുന്ന ഒരു നിമിഷമുണ്ട്, അത് ഓർമ്മയുണ്ട്. ഒരു പട്ടാളക്കാരൻ്റെ കഥയാണ്. അയാൾ കുറേ ദൂരെ ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. വല്ലപ്പോഴും മാത്രമാണ് നാട്ടിലേക്ക് വരിക. വർഷങ്ങൾ കൂടുമ്പോഴൊക്കെയാണ് നാട്ടിലേക്ക് വരിക. അങ്ങനെ നാട്ടിലേക്ക് വന്ന് കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം നാട്ടിൽ താമസിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് അയാളുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. പിന്നെ അയാൾ തിരിച്ചുപോയി 3-4 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോഴാണ് അദ്ദേഹം വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോഴാണ് 2 കുഞ്ഞുങ്ങൾ ഒരേപോലെയുള്ള 2 കുഞ്ഞുങ്ങൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അയാൾക്ക് മനസ്സിലായി, അമ്മ പറഞ്ഞു കൊടുത്തു, നിനക്ക് 2 കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് 2 ആൾക്കും കിട്ടിയത്. പക്ഷേ പ്രസവിച്ച ഉടനെ നിന്റെ ഭാര്യ മരിച്ചുപോയി. അമ്മയില്ലാത്ത 2 കുഞ്ഞുങ്ങളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. ഒരേ സമയം ആഴത്തിലുള്ള സങ്കടവും കുറച്ച് സന്തോഷവും നിറഞ്ഞ വീട്ടിലേക്കാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെ കുറച്ചു കാലം അവിടെ താമസിച്ച് അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് പ്രായമായി, ഞാൻ എത്ര കാലം ഉണ്ടാവും എനിക്കറിയില്ല, അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ നീ കൊണ്ടുപോകണം, നിന്റെ ജോലി സ്ഥലത്തേക്ക് ഈ മക്കളെ കൊണ്ടുപോകണം. അപ്പൊ അമ്മയുടെ വാക്ക് അനുസരിച്ച് അദ്ദേഹം ആ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. കുറേ ദിവസങ്ങൾ നീണ്ട യാത്രയാണ് ട്രെയിനിൽ. ആ ട്രെയിനിൽ വെച്ച് കുഞ്ഞുങ്ങൾക്ക് പനി ബാധിച്ചു. മാത്രമല്ല ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിക്ക് പനി വല്ലാതെ വർദ്ധിച്ച് കുട്ടി മരിച്ചു. കുട്ടി മരിച്ചതറിഞ്ഞ് ട്രെയിനിലെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ പാടില്ലാത്ത കാലമാണ്. അതുകൊണ്ട് നമ്മളൊരു പുഴയുടെ മുകളിലൂടെ ഇങ്ങനെ പോവും. ആ സമയത്ത് കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിയണം, മൃതദേഹം പുഴയിലേക്ക് വലിച്ചെറിയണം. അദ്ദേഹത്തിന് അത് അനുസരിക്കാതെ വേറെ നിവൃത്തിയില്ല. അങ്ങനെ പുഴയുടെ മുകളിലൂടെ ഇങ്ങനെ പാലത്തിലൂടെ പോകുന്ന സമയത്ത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ഇങ്ങനെ എടുത്ത് കുറേ ഉമ്മകൾ കൊടുത്ത് അദ്ദേഹത്തെ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവിടെയുള്ള മുഴുവൻ ആളുകളുണ്ട്, ആ യാത്രക്കാരെല്ലാം വന്നിട്ടുണ്ട്. അദ്ദേഹം ആ കുട്ടിയെ ഇങ്ങനെ താലോലിച്ച് കുറെ സ്നേഹിച്ച് കുട്ടിയെ ആർത്ത് കരഞ്ഞുകൊണ്ട് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. തിരിച്ച് ഇങ്ങനെ അദ്ദേഹം ആ മറ്റേ കുട്ടിയുടെ അടുത്തേക്ക് വരികയാണ്. ആ നഷ്ടപ്പെട്ട കുട്ടിയോടുള്ള സ്നേഹം കൂടി ഈ കുട്ടിയോടുണ്ട്. ആ കുട്ടിയെ ഇങ്ങനെ വാരിയെടുത്ത് തോളിലേക്കിട്ട് നഷ്ടപ്പെട്ട കുഞ്ഞിനോടുള്ള സ്നേഹം കൂടി ഈ കുട്ടിക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ കുട്ടി ഇങ്ങനെ കുഴഞ്ഞു പോകുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അപ്പോഴാണ് അദ്ദേഹം ഒരു വലിയ സത്യം മനസ്സിലാക്കിയത്. ആ തിരക്കിനിടയിൽ, ബേജാറിനിടയിൽ അദ്ദേഹം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത് ജീവനുള്ള കുട്ടിയായിരുന്നു. ഏതോ ഒരാള് അയാളുടെ റൂമിനകത്ത് ഇരുന്ന് എഴുതി ഉണ്ടാക്കിയ അയാളുടെ ഭാവനയാണ്, ഉണ്ടായ കാര്യമൊന്നുമല്ല. പക്ഷെ എന്നിട്ട് നമ്മളെ ഇങ്ങനെ കോരിത്തെരിപ്പിച്ചു. അങ്ങനെയാണ് വാക്കുകളുടെ ശക്തി എന്താണെന്ന് മനസ്സിലായത്, അക്ഷരങ്ങൾ ഉണ്ടാക്കുന്ന അനുഭവം എന്താണെന്ന് മനസ്സിലായത്, വാക്കുകളിലാണ് മനുഷ്യർ പിടിച്ചു നിന്നത് എന്ന് അങ്ങനെയാണ് മനസ്സിലായത്. അങ്ങനെയാണ് പുസ്തകങ്ങളുടെ ഉള്ളിലുള്ള കൗതുകങ്ങളിലേക്ക് ഇങ്ങനെ പോകാനുള്ള ആർത്തി ഉണ്ടായത്. ആ കുട്ടിക്കാലത്തെ ഒരു വായനയാണ്. ഈ കുട്ടിക്കാലത്ത് ഒരാൾക്ക് കിട്ടുന്നത് എന്താണോ അതാണ് അയാൾ മുതിരുമ്പോഴും അയാളുടെ പിന്നാലെ കൂടുന്നത്.
അതുകൊണ്ടാണ് കുട്ടികളെ അപമാനിക്കരുത് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ കുട്ടികളോട് ദേഷ്യപ്പെട്ടു എന്ന് വന്നേക്കാം, ചിലപ്പോൾ കുട്ടികളെ അടിച്ചു എന്ന് വന്നേക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. പേരൻ്റ് ആകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ കുട്ടികൾ ഉണ്ടാക്കിയേക്കാം, നമ്മളിൽ നിന്ന് സംഭവിച്ചേക്കാം. അതിനെക്കുറിച്ചല്ല പറയണത്. നമ്മൾ കുട്ടികളുടെ ആത്മാഭിമാനത്തെ തൊടുന്ന രീതിയിൽ, ഒരു ചെറിയ കുട്ടിയെ ആത്മാഭിമാനത്തെ തൊടുന്ന രീതിയിൽ ആ കുട്ടിയെ അപമാനിച്ചാൽ, ഇപ്പം എനിക്ക് 40 വയസ്സായി, എന്നെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ. ഇത്രയും ആളുടെ ഇടയിൽ വെച്ചിട്ട് എന്നെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ. 4 മിനിറ്റ് കൊണ്ട് ആ സങ്കടത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ഉള്ള കഴിവ് എൻ്റെ ഉള്ളിലൊരു മെക്കാനിസം പ്രവർത്തിക്കും. പക്ഷെ 4 വയസ്സായ കുട്ടിയെയാണ് നിങ്ങൾ അപമാനിക്കുന്നതെങ്കിൽ 40 വയസ്സായാലും അവൻ്റെ ഉള്ളിൽ നിന്നത് പോകില്ല. അതാണ് കുട്ടികളെ അപമാനിക്കരുത് എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ഈ പുളിങ്കുരു ഇല്ലേ, പുളിങ്കുരു ഇങ്ങനെ എടുത്തിട്ട് നല്ല തണുപ്പുള്ള നനവുള്ളൊരു സ്ഥലത്ത് വെറുതെ കൊണ്ടുപോയി വെച്ചാൽ മതി, അതിങ്ങനെ ചെടിയായി വരും അല്ലേ? എത്ര പെട്ടെന്ന് അത് തളിർക്കുക. അങ്ങനെ തളിർത്ത് വരുന്നതിനിടയിൽ ആ ചെടിയെ നിങ്ങൾ ഒരു മുട്ടുസൂചി കൊണ്ടൊരു കുത്തു കൊടുത്ത് നോക്കും. പുളിമരമായാലും ആ കുത്ത് അവിടെ കിടക്കും. എന്നാ ഒരു പുളിമരത്തെ മഴ കൊണ്ട് വെട്ടി നോക്കും, നമ്മളും മഴവും തെറിച്ചു പോകും അല്ലേ? ഒരു ചെറിയ പുളിഞ്ചെടിയെയാണ് നമ്മൾ നോവിക്കുന്നതെങ്കിൽ പുളിമരമായാലും ആ നോവ് അവിടെ കിടക്കും. പുളിമരത്തെയാണ് നോവിക്കുന്നതെങ്കിൽ പുളിമരത്തെക്കാൾ നമ്മൾ കരുതുന്ന നോവുക. പുളിമരത്തിന് അതൊരു വിഷയം ഉണ്ടാവില്ല. ഇതാണ് നമ്മളും ഒരു കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ജിബ്രാൻ പറഞ്ഞത്, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതല്ല, അത് നിങ്ങളിലൂടെ അങ്ങോട്ട് വന്നേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ കുട്ടികളെ നിങ്ങളെപ്പോലെ ആക്കരുത്, പറ്റുമെങ്കിൽ നിങ്ങൾ കുട്ടികളെ പോലെ ആവണം. ഒരു കുട്ടിയെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുള്ളൂ, അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ അധ്യാപകർ നമ്മുടെ മാതാപിതാക്കളാണ് അല്ലേ? അവസാനത്തെ അധ്യാപകരോ നമ്മുടെ കുട്ടികളായിരിക്കും. എൻ്റെ അനുഭവം അതാണ്. നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ അധ്യാപകർ നമ്മുടെ അച്ഛനോ അമ്മയോ അപ്പയോ അമ്മയൊക്കെ ആയിരിക്കും. പക്ഷെ അവസാനത്തെ അധ്യാപകർ നമ്മുടെ കുട്ടികളായിരിക്കും. അവര് പഠിപ്പിച്ചു തരുന്ന പാഠങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് ചെന്നാൽ ആ വീട്ടിലെ ആഡംബരങ്ങളിലാണ് നമ്മൾ നോക്കുക. അവിടുത്തെ സോഫയുടെ വലിപ്പം, അവിടുത്തെ ടിവിയുടെ വലിപ്പം, അവിടെയുള്ള ഉപകരണങ്ങളുടെ പൊലിമ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുക അല്ലേ? നമ്മുടെ കുട്ടികളെന്താ നോക്കുക? അവിടുത്തെ പൂച്ചക്കുട്ടിയെ, അവിടുത്തെ ചെടികളെ, അവിടുത്തെ പൂക്കളെ, ഇതൊക്കെയാണ് അവള് അല്ലെങ്കിൽ അവൻ നോക്കുക. അവരുടെ കൗതുകങ്ങൾ അങ്ങോട്ട് പോവുക. അവർ കുറച്ചുകൂടെ മനസ്സ് ശുദ്ധമാണ്. അവർക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയ ഭേദങ്ങളില്ല. അവർക്ക് മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ അല്ലേ? താഴ്ന്നവനും മേലുള്ളവനും ഇല്ല, മുതലാളിയും തൊഴിലാളിയും ഇല്ല, ആരുമില്ല. അവർക്ക് മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ 2 ചെറിയ മക്കളുണ്ട്. ഒരാൾക്ക് 7 വയസ്സായി, ഒരാൾക്ക് 5 വയസ്സായി. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐസ്ക്രീം ഉണ്ട്, അത് വാങ്ങാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് പോവാം. അവരെ 2 ആളുണ്ട് കൂടെ. 5 വയസ്സായൊരു മോനുണ്ട്, നവീൻ എന്നാണ് അത് പേര്. അപ്പോൾ അവൻ പിറകിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് എൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ എന്നോട് പറയാം, അങ്കിളെ നല്ലോണം പൈസ ഉണ്ടെങ്കിലും വേണ്ട, തീരെ പൈസ ഇല്ലെങ്കിലും വേണ്ട. എന്ത്? ഐസ്ക്രീം. നല്ലോണം പൈസ ഉണ്ടെങ്കിലും വേണ്ട, തീരെ പൈസ ഇല്ലെങ്കിലും വേണ്ട. എനിക്ക് മനസ്സിലായില്ല. ഓക്കെ പറഞ്ഞെങ്കിലും എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്നു, ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ചു വന്ന്. അപ്പൊ ഞാൻ അവന്റെ ഉമ്മയോട്, നിങ്ങളുടെ സുഹൃത്തിന്റെ ഉമ്മയോട് പറഞ്ഞു, നവീൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നല്ലോണം പൈസ ഉണ്ടെങ്കിലും വേണ്ട, തീരെ പൈസ ഇല്ലെങ്കിലും വേണ്ട. എനിക്ക് എന്താന്ന് മനസ്സിലായില്ല ഉമ്മ പറഞ്ഞു. അപ്പൊ ഉമ്മ അത് പരിഭാഷപ്പെടുത്തി തന്നു. ഉമ്മ പറഞ്ഞു, എന്താണെന്നറിയോ, നല്ലോണം പൈസ ഉണ്ടെങ്കിലും ഐസ്ക്രീം വേണ്ട, തീരെ പൈസ ഇല്ലെങ്കിലും ഐസ്ക്രീം വേണ്ട. ഐസ്ക്രീമിന് നല്ലോണം പൈസ ഉണ്ടെങ്കിൽ അത് വേണ്ട, എൻ്റെ കയ്യിൽ തീരെ പൈസ ഇല്ലെങ്കിലും വേണ്ടത് വേണ്ട. അതാണ് എൻ്റെ ഉദ്ദേശം. ഇതാണ് ജിബ്രാൻ പറഞ്ഞത്, നിങ്ങൾ കുട്ടികളെ പോലെ പറ്റുമെങ്കിൽ ആവണം.
കാരണം അവര് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്, നമ്മളിങ്ങനെ മുതിർന്ന ആളുകളാകുമ്പോൾ നമുക്ക് ചിലത് നഷ്ടപ്പെടും. നമ്മൾ ഈ പക്വത എന്ന് പറയില്ലേ, പക്വതയിലേക്ക് വരുമ്പോൾ ചിലത് നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് പക്വതയില്ലാത്ത കുറേ ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അവർക്ക് നമ്മൾ കുട്ടികൾ എന്ന് പറയും, ശരിക്കും അവര് ചെറിയ കുട്ടികളല്ല, ചെറിയ മനുഷ്യന്മാരാണ്. നമ്മൾ വലിയ മനുഷ്യന്മാരല്ല, വലിയ കുട്ടികളാണ്. സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. കുട്ടികളോട് തർക്കിക്കുന്ന ഒരു അച്ഛനെ ഒരു അമ്മയെ എങ്ങനെ നോക്കും? 3 വയസ്സുള്ള കുട്ടിയോടൊക്കെ ഇരുന്ന് തർക്കിക്കുന്നത്. ആ തർക്കം ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് തോന്നുന്നതിൽ ആരാണ് കുട്ടി? അല്ലെങ്കിൽ അച്ഛൻ പെരുമാറുന്നത്, വാപ്പ പെരുമാറുന്നത് വാപ്പയുടെ 40 കൊല്ലത്തെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ്. ഈ കുട്ടി പെരുമാറുന്നതോ വെറും 4 വർഷത്തെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ്. നമ്മൾ കുട്ടികൾക്ക് എങ്ങനെ ഉമ്മ കൊടുക്കാറുള്ളത്? എങ്ങനെ ഉമ്മ കൊടുക്കുക കുട്ടികൾക്ക്? ചെറിയ കുട്ടികൾക്ക് കുട്ടി ഇങ്ങോട്ട് വരികയാണോ ചെയ്യുക? അല്ലല്ലോ, നമ്മൾ അങ്ങോട്ട് പോകല്ലേ ചെയ്യുക. ദിസ് ഈസ് പാരന്റിങ്. ചെറിയ കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറഞ്ഞാൽ അവര് ഇങ്ങോട്ട് വരുന്നതല്ല, നമ്മൾ അവരോളം താഴുകയാണ്. കുട്ടികൾക്ക് വേണ്ടി എഴുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമുള്ള എഴുത്ത്. നിങ്ങൾ എഴുതുന്ന ആളുകളോട് ചോദിച്ചു, ഇതെവിടെ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ നാട്ടുകാരനായ എഴുത്തുകാരൻ ജബ്ബാർ മാഷ്, ഒന്ന് ചോദിച്ചു നോക്കൂ. വലിയ ആളുകൾക്ക് വേണ്ടി എഴുതുക എന്ന് പറഞ്ഞാൽ ഈസിയാണ്, പക്ഷെ കുട്ടികൾക്ക് വേണ്ടി എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. അങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാവണം, കുട്ടികളോട് പ്രസംഗിക്കുന്നത്, സംസാരിക്കുന്നത് ഏറ്റവും പ്രയാസമാണ്. ഏറ്റവും ബുദ്ധിമുട്ടേറിയ അധ്യാപനം ഏറ്റവും ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ട്രെയിൻഡായ അധ്യാപകരാണ് ഏറ്റവും ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത്. പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. മിക്കവാറും ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഒരുപാട് പ്രായമുള്ള ആളുകളായിരിക്കും. കാരണം വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെക്കുറിച്ചൊക്കെ ഏറ്റവും അധികം അറിയുന്ന ആളുകളാണ് ഏറ്റവും പുതിയ കുട്ടികളെ പഠിപ്പിക്കുക. അവര് കുട്ടിയോട് പെരുമാറുക, കുട്ടിക്ക് ശിക്ഷണം കൊടുക്കുക, കുട്ടിക്ക് വേണ്ടി എഴുതുക, കുട്ടിക്ക് വേണ്ടി പാട്ട് പാടുക, കുട്ടിയോട് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്രയേറെ ശ്രദ്ധ ഉള്ളതാണ്. അതിന്റെ പ്രധാന കാരണം ആ കുട്ടിയുടെ മനസ്സ് അത്രയും ശൂന്യമാണ്. കുട്ടിക്കാലത്ത് ഒരാളുടെ ഉള്ളിൽ കിട്ടുന്ന ഓർമ്മകളാവട്ടെ ഒക്കെ അങ്ങനെയാണ്. എനിക്കറിയുന്ന ഒരാളുണ്ട്, അയാൾ പറഞ്ഞൊരു സംഭവമാണ്. അയാൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, നിങ്ങൾ ഇത് ശരിക്കും കേൾക്കണേ, ഇത്രയും നേരം കേട്ടത് പറഞ്ഞത് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി പറയുന്നത് ശരിക്കും കേൾക്കണേ. അയാൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി, അവന്റെ പ്രധാനപ്പെട്ട വിനോദം എന്താണെന്നറിയോ? അവന് പക്ഷികളെ പിടിച്ചിട്ട് അവന്റെ ചങ്ങാതിമാർക്ക് കൊടുക്കും. തത്തയെ, കുരുവിയെ, അങ്ങനെയൊക്കെ പക്ഷികളെ പിടിച്ചിട്ട് ഇവന്റെ ചങ്ങാതിമാർക്ക് കൊടുക്കും. അപ്പൊ ഒരു ദിവസം നമ്മുടെ സുഹൃത്ത് അവനോട് ചോദിച്ചു, അപ്പൊ നിന്റെ വീട്ടിൽ കുറെ കിളികൾ ഉണ്ടാവില്ലേ? എന്റെ വീട്ടിൽ എന്തായാലും കിളികൾ ഉണ്ടാവുമല്ലോ, നിന്റെ വീട്ടിൽ എത്ര കിളികളുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞ വാക്കെന്താന്ന് അറിയുങ്ങള്? ഇല്ലടാ, എൻ്റെ വീട്ടിൽ കിളികളൊന്നുമില്ല. ഈ കിളികൾക്ക് നല്ല സമാധാനം വേണം, എൻ്റെ വീട്ടിലില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് കിളികളെ കൊണ്ടുപോകാൻ. ആ കുട്ടിയുടെ ഒരു മനസ്സിന്റെ നോവ് എത്ര വലുതായിരിക്കും. പറഞ്ഞത് കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിലേറെ ഉണ്ടാവില്ല എൻ്റെ ഉള്ളിൽ. നമ്മളൊക്കെ ആധുനിക കാലത്തെ രക്ഷിതാക്കളാണ്. കാലം മാറി, നമ്മുടെ കുട്ടികൾ മാറി, അവസ്ഥകൾ മാറി, സൗകര്യങ്ങൾ മാറി, കാഴ്ചപ്പാടുകളൊക്കെ മാറി. നമ്മൾ പുതിയ കാലത്തെ മനുഷ്യരാണ്, പുതിയ കാലത്തെ രക്ഷിതാക്കളാണ്. എനിക്ക് എന്നോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കിട്ടും, എന്താണ് പാരന്റിങ്, അതിൻ്റെ ശാസ്ത്രം എന്താണ്, അതൊക്കെ എമ്പാടും കിട്ടും. എനിക്ക് എന്നോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. നമ്മൾ കാരണം നമ്മുടെ കുട്ടികൾക്ക് സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം നഷ്ടപ്പെടരുത്. കല്യാണം കഴിക്കണോ വേണ്ടേ എന്ന് ചിന്തിക്കുന്നതിലേറെ പ്രാധാന്യത്തോടെ ഒരാൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഒരു കുട്ടി വേണോ വേണ്ടേ എന്നുള്ളതാണ്. കാരണം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഒരു ജീനാണ്. നമ്മളൊരാളെ സൃഷ്ടിക്കണം. പഠിച്ചോനാണ് അതിൻ്റെ സൃഷ്ടിപ്പ് നടത്തുന്നതെങ്കിലും നമ്മൾ അതിനൊരു കാരണക്കാരാവുക. നമ്മുടെ ജീന്, നമ്മുടെ സ്വഭാവം, നമ്മുടെ തലമുറകളോളമായി നമ്മളുടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ജനിതകമാണ് ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഒരാളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കണോ വേണ്ടേ എന്ന്
എന്നിട്ട് കൊണ്ടുവരണോ വേണ്ടേ എന്ന്, കല്യാണം കഴിക്കണോ വേണ്ടേ എന്ന് ആലോചിച്ചതിലേറെ ആലോചിക്കണം. കാരണം ഒരു മനുഷ്യനാണ്, എന്തെല്ലാം അവസ്ഥകളിലൂടെ ആ മനുഷ്യൻ കടന്നു പോകണം. ചുരുങ്ങിയ പക്ഷം സമാധാനമുള്ളൊരു കുടുംബാന്തരീക്ഷം ആ കുട്ടിക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരു രക്ഷിതാവാണ് നമ്മളെങ്കിൽ ആ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുവരരുത്. ഒരു കുട്ടിക്ക് നമ്മൾ എന്ത് കൊടുത്തില്ലെങ്കിലും, നല്ല മേശ ഉണ്ടാവണമെന്നില്ല, നല്ല വീട് ഉണ്ടാവണമെന്നില്ല, നല്ല ഭക്ഷണം ഉണ്ടാവണമെന്നില്ല, നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ കഴിയണമെന്നില്ല, നല്ല ആ കുട്ടിയെ ആഗ്രഹിക്കുന്ന ഒരു വാഹനം വാങ്ങിക്കൊടുക്കാൻ കഴിയണമെന്നില്ല, അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ ഉണ്ടായിക്കോളും. പക്ഷെ അതിലേറെ പ്രധാനമായി നമുക്ക് കൊടുക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? സമാധാനമുള്ളൊരു കുടുംബാന്തരീക്ഷം. അതിന് ചിലപ്പോൾ നമ്മളൊന്നും മിണ്ടാതിരുന്നാൽ മതിയോ? എനിക്ക് പറയാൻ മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, ഞാനത് മിണ്ടാതിരുന്നാൽ മതി. ആർക്ക് വേണ്ടിയിട്ട്? എൻ്റെ കൂടെ ജീവിക്കുന്ന 13 വയസ്സുള്ള ഒരാൾക്ക് വേണ്ടി. സമാധാനമുള്ളൊരു കുടുംബാന്തരീക്ഷമാണ് ഒരു കുട്ടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു അപമാനമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അപമാനം എന്ന്. നമ്മൾ കാരണം നമ്മുടെ കുട്ടിയുടെ തലയൊന്ന് താഴുന്നതിനെ കുറിച്ച് ആലോചിച്ചു നോക്കും. ഒരു രക്ഷിതാവിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് നമ്മൾ കാരണം നമ്മുടെ കുട്ടി അപമാനിതനാവുക അല്ലെങ്കിൽ അപമാനിതയാവുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആധുനിക കാലത്തെ രക്ഷിതാക്കൾ എന്ന നിലക്ക് ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കാരണം നമ്മളിങ്ങനെ ജീവിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ നല്ലോണം വഴുക്കുന്ന വയൽവരമ്പ് പോലൊരു കാലമാണ്. നല്ലോണം വഴുക്കുന്ന വയൽവരമ്പ് പോലെ ഒരു കാലമാണ്. വഴുക്കുന്ന വയൽവരമ്പുകളൊന്നുമില്ല, കാണാനില്ല അല്ലേ? പക്ഷെ വഴുക്കുന്ന വയൽവരമ്പുകൾ അത്രയേറെ നമ്മുടെ കയ്യിലുണ്ട്. സൗകര്യങ്ങളുണ്ട്, അവസ്ഥകളുണ്ട്. ആ അവസ്ഥയിൽ ഓരോ നിമിഷവും നമ്മൾ ആലോചിക്കണം, നമ്മുടെ കുട്ടി നമ്മൾ കാരണം അപമാനിതനോ അപമാനിതയോ ആകരുത്. ദുൽഖർ സൽമാൻ എന്ന നടൻ അദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ച്, വാപ്പയെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹത്തിന്റെ വാപ്പ ആരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. 40-40 വർഷമായി അദ്ദേഹം ഏതൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാലോ. ഏതൊരു ഫീൽഡിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാപ്പയെ കുറിച്ച് ആ മകൻ പറഞ്ഞ വേർഡ് എന്താണെന്നറിയോ? കാര്യം എന്താണെന്നറിയോ? വല്ലാത്തൊരു വാക്കാണ്. 40-40 കൊല്ലമായിട്ട് സിനിമയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാപ്പയെ കുറിച്ച് ആ മകൻ പറയാണ്, എൻ്റെ വാപ്പയെ കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ അഭിമാനം, വാപ്പ കാരണം എനിക്ക് ഒരാളുടെ മുന്നിൽ തല താഴ്ത്തേണ്ടി വന്നിട്ടില്ല. വാപ്പാക്ക് നാഷണൽ അവാർഡ് കിട്ടിയതല്ല ആ മകന്റെ ആനന്ദം. വാപ്പാക്ക് കിട്ടിയ ഇത്രയേറെ വലിയ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു പ്രതിഭ എന്നുള്ള അർത്ഥത്തിൽ ആ വാപ്പയുടെ വളർച്ചയല്ല ആ മകനെ സംബന്ധിച്ചിടത്തോളം വലുത്. ആ മകനെ സംബന്ധിച്ചിടത്തോളം വലുതെന്താണ്? അതിന് പറയാ, എൻ്റെ വാപ്പ കാരണം എനിക്കൊരാളുടെ മുന്നിലും തല താഴ്ത്തേണ്ടി വന്നിട്ടില്ല. മമ്മൂട്ടിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം അത്. ഒരു പാരന്റ് എന്നുള്ള അർത്ഥത്തില് നമ്മൾ വേറെ ഒരാളാണ്. പുതിയ കാലത്തെ കുട്ടികൾ തന്നെ മാറിയ കുട്ടികളാണ്. അവരുടെ അവസ്ഥകളൊക്കെ മാറി, അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറി. അവരുടെ മുന്നിൽ ഒരാൾ അച്ഛനാവുക, പിന്നെ വാപ്പയാവുക, അമ്മയാവുക, ടീച്ചറാവുക എന്നതിനേക്കാൾ പ്രധാനമായി അവരുടെ മുന്നിൽ ഒരു സുഹൃത്താവുക എന്നുള്ളതിനെ അവരിഷ്ടപ്പെടാൻ തുടങ്ങി. അതാണ് കാലം. ഞാൻ എൻ്റെ കുട്ടിയുടെ മുന്നിൽ ഒരു വാപ്പയാവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇന്നത്തെ കാലത്ത് ഞാൻ പരാജയപ്പെടും. പക്ഷെ എൻ്റെ കുട്ടിയുടെ മുന്നിൽ ഞാനൊരു സുഹൃത്താകാൻ എത്ര കഠിനമായി പ്രവർത്തിക്കുന്നുണ്ടോ, പ്രയത്നിക്കുന്നുണ്ടോ, ഞാൻ അത്രയും വിജയിക്കും. എൻ്റെ മോനോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് അവനിഷ്ടപ്പെട്ട കാര്യങ്ങൾ അറിയണം. അതാണ്. ഇല്ലെങ്കിൽ അവൻ വേറെ ആളെ തെരഞ്ഞു സംസാരിക്കുക. എൻ്റെ മോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ബാഴ്സലോണ എന്ന് പറഞ്ഞ ടീമാണ്. ഇവിടെ പല ആളുകൾക്കും അത് തന്നെ എടുക്കും. കാരണം ആ ടീമിൻ്റെ ചരിത്രം അങ്ങനെയാണ്, ഗംഭീരമായ ചരിത്രമുള്ളൊരു ടീമാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊരു ടീം പോലെ തുടങ്ങിയിട്ട് അങ്ങനെ വളർന്നു വന്ന ഒരു ടീമാണ്. ഞാൻ ആ ടീമിനെ കുറിച്ച് പഠിച്ചത് എന്തിനാണെന്നറിയോ? എൻ്റെ മോനോട് സംസാരിക്കാൻ. കാരണം അവനിഷ്ടപ്പെട്ട കാര്യങ്ങൾ അവനോട് പറയണമെന്നുണ്ടെങ്കിൽ അവനിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ അറിയണ്ടേ? ഇല്ലെങ്കിൽ അവൻ എന്നോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അവനെന്താ മനസ്സിലാലോചിക്കുക? അപ്പക്ക് അതൊക്കെ മനസ്സിലാവില്ല എന്നല്ലേ ആലോചിക്കുക. അപ്പക്കതൊക്കെ മനസ്സിലാകും. അപ്പനോട് ആ വിഷയങ്ങൾ സംസാരിക്കാം എന്തെൻ്റെ മോന് തോന്നണമെന്നുണ്ടെങ്കിൽ അവനിഷ്ടപ്പെട്ട കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞിരിക്കണം.
അങ്ങനെ ഞാൻ ബാഴ്സലോണയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ പലതിലേക്കും പോവാം, അവന്റെ പഠനത്തിലേക്ക് പോവാം, അവനിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോവാം. പക്ഷെ തുടക്കം എന്താവണം? അവനും എനിക്കും കൂടി ഇഷ്ടമുണ്ടാവുന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുട്ടികൾക്ക് ഉമ്മ കൊടുക്കുന്നത് പോലെയാണ് കുട്ടികളോട് സംസാരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോവുക, ഒരു ഉമ്മ തരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവുക ചെയ്യാം. 5 അടിയോ 6 അടിയോ ഒക്കെ ഉയരമുള്ള മനുഷ്യൻ 1 അടിയും 1/2 അടിയും ഒക്കെ ചെറിയ ആളായിട്ടാണ് ആ കുട്ടിക്ക് ഉമ്മ കൊടുക്കുന്നത്. ഇതേപോലെയാണ് കുട്ടികളോട് സംസാരിക്കുന്നത്. ചെറിയ ആളായി ആ കുട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. അതാണ് ഓരോ ഏജിലും ആ കുട്ടിയുടെ അവസ്ഥകൾ വേറെ വേറെയാണ്. അപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, അവൻ 8ാം ക്ലാസ് ആയതോടുകൂടി അവളാകെ മാറി, അല്ലെങ്കിൽ അവളാകെ മാറി, അപ്പൊ ആരോട് മിണ്ടുന്നില്ല, പിന്നെ അവൻ്റെ അനിയത്തിയോട് വഴക്കൂടുകയാണ്, അല്ലെങ്കിൽ ഉമ്മനോട് വഴക്കൂടുകയാണ്, അവൻ ആരോട് സംസാരിക്കണില്ല. പണ്ടൊക്കെ എത്ര സംസാരിച്ചിരുന്ന കുട്ടിയാണ്, ഞങ്ങൾ എവിടെ പോവാണെങ്കിലും ഞങ്ങളെ കൂടെ ഓടി വരും. ഇപ്പൊ ഞങ്ങളുടെ കൂടെ വരുന്നില്ല, അവൻ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം, അവൻ ആകെ മാറി എന്നൊക്കെ ഇങ്ങനെ പറയില്ലേ നമ്മള്. ഒരു 7ാം ക്ലാസ് കഴിയുന്നതോടുകൂടി ആ കുട്ടിയുടെ മാറ്റങ്ങൾ വളരെ പ്രകടമായിരിക്കും. അതെന്തുകൊണ്ട്? എന്താ സംഭവിക്കുന്നത്? അവന്റെ കുഴപ്പം കൊണ്ടോ? ആണോ? അവൻ തീരുമാനിച്ചതാണോ അങ്ങനെ ആവണമെന്ന്? ആണോ? പീരിയഡ്സിന്റെ സമയത്ത് നിങ്ങൾക്ക് വേദന ഉണ്ടാവുന്നതും മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നതും നിങ്ങൾ തീരുമാനിച്ചിട്ടാണോ? നിങ്ങൾ ആഗ്രഹിച്ചിട്ടാണോ? അല്ല, അതേപോലെ തന്നെ ഈ കുട്ടിയുടെ ഉള്ളിൽ സംഭവിക്കുന്നത്. ആ കുട്ടി വേറൊരാളാവാൻ തുടങ്ങുകയാണ്. അവൻ കുട്ടിയാണ് നമ്മുടെ മനസ്സിൽ, പക്ഷെ അവന്റെ ഉള്ളിൽ അവന് മുതിർന്ന ഒരാളാകാ തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങൾ അവൻ കാണാനും തുടങ്ങുന്നു. നമ്മളവനെ ഡ്രസ്സ് എടുക്കാൻ കൊണ്ടുപോകുന്നത് കുട്ടികളുടെ സെക്ഷനിലേക്ക് ആയിരിക്കും, പക്ഷെ അവൻ നോക്കുന്നത് മുഴുവനും മുതിർന്ന ആളുകളുടെ സെക്ഷനിലേക്ക് ആയിരിക്കും. ഇവിടെ ടീനേജുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ വളരെ വേഗം മനസ്സിലാവും. എന്നാൽ നമ്മുടെ മനസ്സിൽ അയാൾ കുട്ടിയാണ്, അയാളുടെ മനസ്സിലോ അയാളുടെ മുതിർന്ന ആളായി. അതിന്റെ ലക്ഷണങ്ങളൊക്കെ അയാളുടെ ശരീരത്തിൽ കാണാൻ തുടങ്ങി. എനിക്ക് എപ്പോഴും തോന്നാറുള്ളൊരു കാര്യമാണ്, ഒരു പെണ്ണിന് അവളുടെ ജീവിതത്തിൽ ഈ ഹോർമോണിന്റെ വ്യതിയാനങ്ങൾ കാരണം എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഒരു 14 വയസ്സ് മുതൽ 50 55 വയസ്സ് വരെ ഓരോ മാസവും ഒരു പെണ്ണ് കടന്നു പോകുന്ന അനുഭവങ്ങൾ, അതേപോലെ ഗർഭത്തിന്റെ സമയത്ത്, പ്രസവത്തിന്റെ സമയത്ത്, പ്രസവത്തിന് ശേഷമുള്ള കുറച്ച് കാലമൊക്കെ ഹോർമോണിലുണ്ടായ വ്യതിയാനങ്ങൾ കാരണം ഒരമ്മ ആകുന്നതോടെ ഒരു പെണ്ണ് അനുഭവിക്കുന്നത് എന്തൊക്കെയാണ് ആലോചിച്ചു. പുരുഷൻ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടോ? 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 ഉണ്ട്. ഒരേ ഒരു പ്രാവശ്യമേ ഉള്ളൂ, അതവന്റെ ടീനേജിൽ. അതുകൊണ്ട് ടീനേജ് ആയ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ആ കുട്ടിയെ അത്രയും ശ്രദ്ധിക്കണം. ഇത്രയും കാലം അവന് കൊടുക്കാത്ത സ്നേഹവും പരിഗണനയും ശ്രദ്ധയും കാരുണ്യവും ആ കുട്ടിയോട് കൊടുക്കണം. അവനത് ചോദിക്കില്ല. അവൻ ചോദിക്കുന്നതിന് പകരം അവനെ ഒളിച്ചോട്ടെ ചെയ്യാം. അവനിങ്ങനെ മാറി നിൽക്കും, കല്യാണത്തിന് വരില്ല, സൽക്കാരത്തിന് വരില്ല. അവൻ ആളാകെ മാറാൻ തുടങ്ങും. ആ മാറാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണെന്നറിയോ? അവൻ മാറാൻ തുടങ്ങി എന്ന് നമ്മൾ അറിയിക്കണം. അവൻ അറിയിക്കുന്നതല്ല, അവൻ പോലും അറിയാതെ അവൻ നമ്മളെ അറിയിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ മാറാൻ തുടങ്ങിയിരിക്കുന്നു, ഞാൻ സ്പെഷ്യൽ ആകാൻ തുടങ്ങിയിരിക്കണോ. അതുകൊണ്ട് ഒരു സ്പെഷ്യലായ കെയറിങ് എനിക്ക് നിങ്ങളിൽ നിന്ന് വേണമെന്നാണ് ആ കുട്ടി ആഗ്രഹിക്കുന്നത്. ടീനേജ് ആയ ആൺകുട്ടിയുടെ കാര്യം മാത്രമല്ല കേട്ടോ, പെൺകുട്ടിയുടെ കാര്യവും ഇതേപോലെ തന്നെയാണ്. ആ കുട്ടിയുടെ സ്ട്രെസ് എന്താണ്, ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ എന്താണ്? നമ്മൾക്ക് തോന്നുന്നത് ചെറുതായിരിക്കും. അപ്പൊ അവന്റെ മുഖത്ത് അല്ലെങ്കിൽ അവളുടെ മുഖത്തൊരു ചെറിയ പുള്ളി, 16 വയസ്സായ കുട്ടിയുടെ മുഖത്തൊരു ചെറിയ ഒരു പുള്ളിയുണ്ട്. ആ കുട്ടിക്ക് അതൊരു വലിയ വിഷയമായിരിക്കും. നമ്മൾ ചോദിക്കും, ഇത്രയും ചെറിയൊരു പുള്ളിയുടെ പേരിലാണോ ഇങ്ങനെ കരയണമെന്നൊക്കെ നമ്മൾ ചോദിക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞ കേട്ടോ, പുള്ളിയൊന്നും അത്ര വിഷയമായിട്ടല്ല പറയണ, ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ ആ കുട്ടിയുടെ കണ്ണില് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും. അങ്ങനെ 16 വയസ്സ് 17 വയസ്സൊക്കെ ഉണ്ടല്ലോ, അവര് വിചാരിക്കണത് ലോകം മുഴുവനും എന്നെയാണ് ശ്രദ്ധിക്കുന്നത്. കുറെ കാലം കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക. പക്ഷെ ആ സമയത്ത് അവർക്ക് അതൊരു വലിയ വിഷയം തന്നെയാണ്. അവരുടെ കണ്ണുകൊണ്ട് കണ്ടാൽ അതൊരു വലിയ വിഷയമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടാലോ അത് ചെറിയൊരു കാര്യമാണ്. അപ്പൊ ഒരാളെ അയാളോളം താഴ്ന്ന് മനസ്സിലാക്കാൻ കഴിയുക
എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. രണ്ട് കാര്യമാണ് നമ്മൾ പറഞ്ഞുള്ളത്. ഒന്ന്, കുട്ടിക്കാലമാണ് ഒരാളുടെ ജീവിതം മുഴുവനും. ഇപ്പം നിങ്ങൾ ഒരാളോട് വെറുതെ ഒന്ന് പെരുമാറി നോക്കൂ. അയാളുടെ പെരുമാറ്റം, അയാളുടെ മാനരിസങ്ങൾ, അയാളുടെ നോട്ടം, അയാളുടെ ചിരി അല്ലെങ്കിൽ ചിരി ഇല്ലായ്മ, ഇതുണ്ടല്ലോ, ഈ ഒരു സാധനം അയാളുടെ കുട്ടിക്കാലമാണ്. അയാളുടെ കുട്ടിക്കാലത്ത് നിന്ന് കിട്ടിയതായിരിക്കും അതൊക്കെ. ഷൂസെ സെനമാവോ എന്ന് പറഞ്ഞ വലിയൊരു എഴുത്തുകാരനുണ്ട്, ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം 80-ാമത്തെ വയസ്സിലാണ് ആത്മകഥ എഴുതുന്നത്. ചെറിയൊരു പുസ്തകമാണ്, ലിറ്റിൽ മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ ചെറിയൊരു പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം ആത്മകഥാപരമായൊരു പുസ്തകമാണ്. അതിൽ പറയാ, 7-ാമത്തെ വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കുതിരപ്പുറത്ത് കയറണമെന്നായിരുന്നു. അങ്ങനെ കുതിര സ്വന്തമായി ഉള്ള ഒരാളുടെ അടുത്ത് ചെന്നിട്ട്, ഞാൻ നിങ്ങളുടെ കുതിരപ്പുറത്ത് ഒന്ന് കയറട്ടെ എന്ന് ചോദിച്ചു. അയാൾ കുതിരപ്പുറത്ത് കയറാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, ആ കുട്ടിയെ അപമാനിച്ചു വിട്ടു. അത്രയും കുട്ടികളുടെ ഇടയിൽ ആ കുട്ടിയെ അപമാനിച്ചു വിട്ടു അയാള്. ഈ ഓർമ്മയെ കുറിച്ച് പറഞ്ഞിട്ട് 80-ാമത്തെ വയസ്സിൽ ഈ മനുഷ്യൻ പറയണത് എന്താ പറയുക, ഞാൻ ഒരിക്കലും കയറിയിട്ടില്ലാത്ത ആ കുതിരപ്പുറത്ത് നിന്ന് വീണതിന്റെ മുറിവ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. മനസ്സിലായില്ലേ? ഞാൻ കയറിയിട്ടില്ല, പക്ഷെ വീണു. അന്ന് കിട്ടിയൊരു മുറിവുണ്ട്, അയാൾ തന്നൊരു മുറിവ് 80-ാമത്തെ വയസ്സിലും അത് നീറ്റുന്നുണ്ട്. വലിയ പ്രായമുള്ളൊരു മുത്തശ്ശി വന്ന ഒരു ഓർമ്മയുണ്ട്. അവര് ചെറിയ പ്രായത്തിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പിന്നെ വോളിബോൾ താരമായിരുന്നു കോളേജിലെ. അങ്ങനെ എന്തോ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് ഇവര് ഡൽഹിയിലേക്ക് പോയി. അങ്ങനെ ഡൽഹിയിൽ താമസിക്കുന്ന സ്ഥലത്ത് പിന്നെ ബാത്റൂമിൽ ഇവർ വീണ്, വയറടിച്ചു വീണു. അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവസാനം ഇവരുടെ ഈ ഇതില്ലേ മറ്റേ ഗർഭപാത്രം നീക്കം ചെയ്തു. അങ്ങനെ ഗർഭപാത്രം ഇല്ലാതെയാണ് ആ കുട്ടി പിന്നെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവളെ കാണാൻ വേണ്ടി കുറേ ആളുകൾ വന്നു, കുടുംബക്കാരൊക്കെ വന്നു, വീട്ടുകാരൊക്കെ വന്ന്. അതിൻ്റെ ഇടയിൽ ഒരു അമ്മായി ഉണ്ടായിരുന്നു. ഈ അമ്മായി വന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ? അമ്മായി പറഞ്ഞു, അതേതായാലും നന്നായി, നീ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോകുന്ന ആളല്ലേ, ഇനി കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കൂലല്ലോ. ഇത് പറഞ്ഞിട്ടേ 73-ാമത്തെ വയസ്സിലും കരയാ. ആ അമ്മായിക്ക് അത് ഓർമ്മ പോലും ഉണ്ടാവില്ല പറഞ്ഞത്. ഒരാൾ നോവിക്കുന്ന വാക്കുകളുണ്ടല്ലോ, കടലിലേക്കൊരു കല്ലെറിയുന്നത് പോലെയാണ്. എറിയാന്ന് പറയുന്നത് ഈസിയാണ്. കടലിലേക്കൊരു കല്ല് എറിയാന്ന് പറയുന്നത് നമുക്ക് എളുപ്പമാണ്. പക്ഷെ അത് എത്ര കാലമാണ് അവിടെ കിടക്കുന്നത് എന്നോ, എത്ര ആഴങ്ങളിലേക്കാണ് അത് ചെന്ന് പതിക്കുന്നതെന്നോ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. കാരണം നമ്മൾ അടുത്ത കല്ലെറിയാൻ പോയിട്ടുണ്ടാവും. ഇതേപോലെ ആ വാക്കുകളും മനുഷ്യന്റെ ഉള്ളിലിങ്ങനെ കിടക്കും. 7-ാമത്തെ വയസ്സിൽ കേട്ട വാക്ക് ഷൂസെ സെരമാവുവിൻ്റെ 73-ാമത്തെ വയസ്സിലും സ്പന്ദിക്കുകയാണ്. ഈ അമ്മായി പറഞ്ഞ വാക്ക് ഈ കുട്ടി ഒരു മുത്തശ്ശിയായിട്ടും അയാളുടെ ഉള്ളിൽ കിടക്കുക. ഇതാണ് കുട്ടിക്കാലമാണ്. മറ്റൊന്ന് നമ്മൾ പറഞ്ഞത്, കുട്ടികളെ അപമാനിക്കാതിരിക്കുക എന്നുള്ളതാണ് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പാരന്റിങ്. വേറെ ഒന്നും നമ്മൾ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് കൊടുക്കാതിരുന്നുണ്ട്. നമ്മൾ കാരണം നമ്മുടെ കുട്ടി അപമാനിക്കപ്പെടാതിരുന്നത്, നാട്ടുകാരുടെ മുന്നിലും കൂട്ടുകാരുടെ മുന്നിലും വീട്ടിലും എവിടെയാണെങ്കിലും. പിന്നെ അത് സമാധാനമുള്ളൊരു അന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ്. അതാ നമ്മൾ പറഞ്ഞ്, കല്യാണം വേണോ വേണ്ടെന്ന് ആലോചിക്കുന്നതിലേറെ പ്രധാനമാണ് ഒരു കുട്ടി വേണോ വേണ്ടോ എന്ന്. കാരണം അതിനെ പറ്റിയൊരു അന്തരീക്ഷം വീട്ടിലില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ക്രൂരതയാണ്. ആദ്യം ആ സാഹചര്യമാണ് പ്രധാനം. അതുകൊണ്ടാണ് സ്വന്തം കുട്ടിയെ നന്നാക്കുന്നത് പോലെ അയൽപ്പക്കത്തെ കുട്ടികളെയും നന്നാക്കണം എന്നൊരു വാക്കുണ്ട്. കാരണം ഈ കുട്ടി ആരുടെ കൂടെ വളരുന്നു എന്നുള്ളതും അത്രയും പ്രധാനമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു.